ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിവാനിയുടെ ഗർഭനാടകം പൊളിഞ്ഞു വീഴുകയാണ്. ഒരുപാട് കടമ്പകൾ കടന്ന ശേഷം നിധി ആ സത്യം എല്ലാവരുടെയും മുന്നിൽ തെളിയിച്ചു കൊടുക്കുകയാണ്. ശിവാനി ഗർഭിണിയല്ല എന്നുള്ള കാര്യം എല്ലാവരുടെയും മുന്നിൽ നിധി തെളിവ് സഹിതം തെളിയിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് ഈ സത്യം അറിയുന്ന സമയത്ത് വസുന്ധരയൊക്കെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. വസുന്ധരയൊക്കെ ഇത്രയും കാലം ശിവാനി പറ്റിച്ചതിന്റെ ദേഷ്യമൊക്കെ ഇനി വസുന്ധര ശിവാനിയോട് തീർക്കാൻ പോവുകയാണ്. നിധിയാണ് സത്യം എന്നുള്ളതും നിധിയോട് ഞാൻ ചെയ്തത് വലിയ ദ്രോഹങ്ങളാണ് എന്നുള്ള കുറ്റബോധമൊക്കെ വസുന്ധരയുടെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ ശിവാനി ഗർഭിണിയല്ല എന്നുള്ളത് നിധി എല്ലാവരുടെയും മുന്നിൽ വെച്ച് തെളിയിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നിധി ശിവാനിയെ കാണിക്കുന്ന ഡോക്ടറുടെ അടുത്തേക്ക് വേഷം മാറി ചെല്ലുകയാണ്. എന്നിട്ട് ഡോക്ടർ അറിയാതെ ഡോക്ടറുമായി സംസാരിക്കുന്നതെല്ലാം വീഡിയോ ആയിട്ട് എടുക്കുകയാണ്. റെക്കോർഡ് സഹിതമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിധി കഴുത്തിൽ ഒരു മാല ഇട്ട ശേഷം അതിലൊരു വീഡിയോ ക്യാമറ ഒളിപ്പിച്ച് വെക്കുകയാണ്. എന്നിട്ട് ഡോക്ടറുമായി സംസാരിക്കുന്നതെല്ലാം തന്നെ റെക്കോർഡ് സഹിതമായിട്ട് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഡോക്ടർക്ക് പണം കൊടുക്കുകയാണ്. ഡോക്ടറുടെ മുന്നിൽ നിധി പേര് മാറ്റി പറഞ്ഞ ശേഷം നിധി പറയുകയാണ്, എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗർഭിണിയാണെന്നുള്ള ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് എനിക്ക് ഉണ്ടാക്കി തരണം. എന്നിട്ട് എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ എനിക്ക് ഗർഭിണിയാണെന്നുള്ള കളവ് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് ഉണ്ടാക്കി തരുന്നത് കൊണ്ട് ഡോക്ടർക്ക് ഒരു ദോഷവും വരില്ല. ഡോക്ടർ ഞാൻ ഒരിക്കലും ഒറ്റിക്കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് ഒരു 8 രൂപ അങ്ങ് ഡോക്ടർക്ക് കൊടുക്കുകയാണ് കേട്ടോ. അത് കാണുന്ന സമയത്ത് ഡോക്ടർ നിധി പറയുന്നത് പോലെ തന്നെ ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ ആ സർട്ടിഫിക്കറ്റുമായി നിധി ഡോക്ടറുടെ അടുത്തേ നിന്നും പോവുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർക്കാണെങ്കിലോ പൈസ കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ ഡോക്ടർ ഉണ്ടാവുക. പിന്നീട് നിധി ഇങ്ങനെ വന്ന കാര്യങ്ങളൊക്കെ ശിവാനി അറിയുകയാണ് കേട്ടോ. എന്നിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നിധി ഇവിടേക്ക് വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഇങ്ങനെ ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ടില്ലല്ലോ എന്ന് പറയാട്ടോ. അപ്പോൾ നിധിയുടെ ഫോട്ടോ ശിവാനി കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇല്ല, ഇവിടേക്ക് വന്നിട്ട് ഈ ഒരു പെൺകുട്ടി ഇവിടേക്ക് വന്നിട്ടില്ല എന്ന് ശിവാനിയോട് പറയാട്ടോ. അപ്പോൾ ശിവാനി പറയുന്നുണ്ട്, ഇവിടെ CCTV ക്യാമറ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ടല്ലോ എന്ന് പറയാണ്. അങ്ങനെ CCTV ദൃശ്യങ്ങളൊക്കെ ശിവാനിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിധി വേഷം മാറി വന്ന കാര്യം ശിവാനി അതിലൂടെ മനസ്സിലാക്കുക കേട്ടോ. എന്നിട്ട് ഡോക്ടർക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഇത് നിധിയായിരുന്നു, ഇവൾ വേഷം മാറിയിട്ടാണ് ഡോക്ടറുടെ അടുത്തേക്ക് വന്നത്. ഡോക്ടറാണെങ്കിലോ പൈസ കണ്ടതോടുകൂടി അവൾക്ക് വ്യാജമായി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തില്ല. ഇതോടുകൂടി അവൾക്ക് എൻ്റെ നാടകം പൊളിച്ചെടുക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ അതെങ്ങനെ സാധിക്കും? ഞാൻ ഒരിക്കലും ഇക്കാര്യം ഒരാളോടും പറയാൻ പോകുന്നില്ല. എന്നോട് ആര് വന്ന് ചോദിച്ചാലും ശിവാനി നീ ഗർഭിണിയാണെന്നുള്ളത് എല്ലാവരോടും ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും അത് തിരുത്തി പറയുകയില്ല എന്ന് ശിവാനിയോട് ഡോക്ടർ പറയുകയാണ് കേട്ടോ. അപ്പോൾ ശിവാനിയും ഡോക്ടറും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ നിധി മറ്റൊരു സൈഡിലൂടെ വീഡിയോ സഹിതമായിട്ട് എടുക്കുന്നുണ്ടാവും. പക്ഷേ ശിവാനിയും ഡോക്ടറും ഇതൊന്നും അറിയാതെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ നിധിക്ക് വലിയൊരു തെളിവ് തന്നെയാണ് കിട്ടുന്നത്. പിന്നീട് നിധി നേരെ പോകുന്നത് ശിവാനി മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയിട്ടുള്ള ആ സ്ഥലത്തേക്കാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്നും ശിവാനി മെഡിക്കൽ സ്റ്റോറിൽ വെച്ച് വാങ്ങിയിട്ടുള്ള മരുന്ന് ഗർഭിണിയാണെന്ന് വരുത്തി തീർക്കാനുള്ള പാഡ് വാങ്ങിയതിൻ്റെ ലിസ്റ്റൊക്കെ എടുക്കാനാവും കേട്ടോ. എന്നിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ശിവാനി വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള എല്ലാ ലിസ്റ്റുകളും എടുക്കുകയാണ് കേട്ടോ. അതുമായിട്ടാണ് പിന്നീട് നിധി അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ ശിവാനിക്കെതിരെയുള്ള മറ്റൊരു തെളിവ് കൂടി നിധി ശേഖരിക്കുകയാണ്. അങ്ങനെ ശിവാനിയെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും നിധി എല്ലാം ശേഖരിച്ചു വെച്ചിട്ടുണ്ടാവട്ടെ. അങ്ങനെ ഇതെല്ലാം തന്നെ ശിവാനി അറിയുകയാണ്. ഡോക്ടറുടെ അടുത്ത് വന്ന് വേഷം മാറി വന്ന് എല്ലാ സത്യവും ചോർത്തിയതും മെഡിക്കൽ സ്റ്റോറിൽ ശേഖരിച്ചതും എല്ലാം ശിവാനി അറിയുകയാണ് കേട്ടോ. അങ്ങനെ നിധിയുടെ മേലിൽ അടുത്ത കുറ്റമിടാൻ വേണ്ടി ശിവാനി ഒരു കളി കളിക്കുകയാണ്. എന്നിട്ട് നിധിയുമായിട്ട് ചെറുതായിട്ടൊന്ന് വഴക്കിട്ട പോലെ അഭിനയിക്കുകയാണ്. ശിവാനി സ്റ്റെപ്പിൽ നിന്ന് വീഴുന്നത് പോലെ അഭിനയിക്കുകയാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് പാറുവും വസുന്ധരയൊക്കെ ഓടി വരികയാണ് കേട്ടോ. എന്നിട്ട് ശിവാനി പറയുകയാണ്, എന്നെ നിധിയാണ് സ്റ്റെപ്പിൽ നിന്നും താഴെ തള്ളിയിട്ടത് എന്ന് പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട് കരയുകയാണ്. എന്നിട്ട് പെട്ടെന്ന് അങ്ങ് ബോധം പോയതുപോലെ കിടക്കുകയാണ് കേട്ടോ. അത് കാണുന്ന സമയത്ത് വസുന്ധരയും പാറും ഒക്കെ ആകെ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ശിവാനി കള്ളം പറയുകയാണ്, ഞാൻ അവളെ തള്ളിയിട്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന സമയത്തും ആരും അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. പക്ഷേ പാറുവിന് കാര്യം മനസ്സിലാകുന്നുണ്ട്, ഇതിലെന്തോ ഒരു ചതിയുണ്ടല്ലോ എന്ന് പാറുവിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പക്ഷേ പാറുവിൻ്റെ വിചാരം ശിവാനി യഥാർത്ഥത്തിൽ ഗർഭിണിയാണെന്ന് തന്നെയായിരിക്കും. നിധി ഒരുപാട് തവണ ശിവാനിയുടെ ഗർഭനാടകം പൊളിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെങ്കിലും അതെല്ലാം തന്നെ പോവുകയാണ് നിധിക്ക് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ശിവാനിയുടെ ഗർഭനാടകം അവസാനമായി പൊളിക്കാൻ വേണ്ടി നിധി എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചതായിരിക്കും. നിധി എല്ലാ സത്യവും കണ്ടുപിടിച്ചു എന്ന് മനസ്സിലാക്കിയ ശിവാനി നിധി തള്ളി താഴെയിട്ട കാരണമാണ് അബോർഷൻ ആയത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ശിവാനി ഇങ്ങനെ ഒരു കളി കളിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ശിവാനിയെയും കൂട്ടിയിട്ട് പ്രണവും ഗൗതമും നിധിയും ശിവാനിയുടെ അമ്മ രേണുകയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എന്നിട്ട് ശിവാനിയെ ഡോക്ടർ പരിശോധിക്കാൻ വേണ്ടി വരികയാണ്.
ഒപ്പം തന്നെ ഒരു നഴ്സ് കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഡോക്ടർ നഴ്സിനോട് പറയും, ഞാൻ പരിശോധിച്ചുകൊണ്ട് നീ മറ്റ് പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് ആ നഴ്സിനെ അവിടെ നിന്നും ആ ഡോക്ടർ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ശിവാനിയെ ഡോക്ടർ പരിശോധിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കണ്ണൊക്കെ തുറന്ന് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ശിവാനി കണ്ണ് തുറന്ന് ഡോക്ടറുടെ അടുത്തേക്ക് അങ്ങ് എണീറ്റിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ഡോക്ടർ പേടിച്ച് എൻ്റെ ഈ അഭിനയത്തിൻ്റെ മുന്നിൽ എന്ന് ചോദിക്കുമ്പോൾ, അല്ല എന്തിനാണ് നീ ഇപ്പോൾ ഇങ്ങനെ ബോധമില്ലാതെ ഇവിടേക്ക് വന്നത്, എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറയുന്നത് പോലെ ഡോക്ടർ അവരോട് പുറത്ത് നിൽക്കുന്നവരോട് പോയി പറയണം എന്ന് പറയട്ടോ. അപ്പോൾ എന്താണ് നീ ഉദ്ദേശിച്ചത്? നിധി എല്ലാ രഹസ്യവും കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ഗർഭിണിയല്ല എന്നുള്ള കാര്യം നിധി അന്ന് ഇവിടെ വന്ന് വീഡിയോ സഹിതം എടുത്തതും പിന്നീട് മെഡിക്കൽ സ്റ്റോറിൽ പോയി എൻ്റെ ബില്ലുകളൊക്കെ ശേഖരിച്ചതും അങ്ങനെ എല്ലാ കാര്യവും നിധി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിധിയുടെ മേലിൽ തന്നെ ഈ കുറ്റം ചാർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. നിധിയാണ് എന്നെ സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടത് കൊണ്ടാണ് എനിക്ക് അബോർഷൻ ആയത് എന്നുള്ള കാര്യമാണ് ഇനി എല്ലാവരോടും ഡോക്ടർ പറയേണ്ടത്. അപ്പോൾ പുറത്ത് കാത്തു നിൽക്കുന്നവരോട് ഡോക്ടർ പറയണം, എൻ്റെ വയറ്റിലുള്ള 2 കുഞ്ഞുങ്ങളും അബോർഷനായി എന്നാണ് നിങ്ങൾ പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ശിവാനി ഡോക്ടറോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ ശിവാനി പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ പുറത്ത് പോയി പറയുകയാണ്. ആ സമയത്ത് പ്രണവൊക്കെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയിലാണ് കേട്ടോ. അപ്പോൾ പാറുവും വസുന്ധരയൊക്കെ ടെൻഷനായിട്ടാണ് നിൽക്കുന്നത്. ശിവാനിക്കും കുഞ്ഞിനും എന്തെങ്കിലും പറ്റുമോ, കുഞ്ഞുങ്ങൾക്ക് ഒരു അപകടവും വരുത്തരുതേ എന്നൊക്കെ പറഞ്ഞ് പാറു ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കേട്ടോ. പാറുവിൻ്റെ സത്യത്തിൽ ശിവാനി ഗർഭിണിയാണെന്നുള്ള കാര്യമായിരിക്കും. അങ്ങനെ ഡോക്ടർ പുറത്തു വന്ന ശേഷം പ്രണവിനോടും ഗൗതമിനോടും നിധിയോടും രേണുകയോടും പറയുകയാണ്, ശിവാനിയുടെ വയറ്റിലുള്ള 2 കുഞ്ഞുങ്ങളും അബോർഷനായി പോയി, സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് വീണതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം പറ്റിയത് എന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോവാൻ നിൽക്കാൻ കേട്ടോ. ആ സമയത്ത് പ്രണവ് അങ്ങ് പൊട്ടിക്കരയുകയാണ് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ആ വേദനയിൽ. അപ്പോൾ ഡോക്ടറെ അങ്ങ് തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ. നിധി, എവിടേക്കാണ് ഡോക്ടർ ഇങ്ങനെ ധൃതി പിടിച്ച് പോകുന്നത്? എന്താണ് ഉണ്ടായത് എന്ന് വെച്ചാൽ അത് വിശദമായി പറ ഡോക്ടർ എന്ന് പറയട്ടോ. എന്താ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് ഡോക്ടർ പറയുകയാണ് കേട്ടോ. അപ്പോൾ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞ് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ഡോക്ടറുടെ അടുത്തേക്ക് നിധി വേഷം മാറി വന്ന കാര്യമുള്ള വീഡിയോ ആണ് കേട്ടോ കാണിച്ചു കൊടുക്കുന്നത്. ആ സമയത്ത് ഡോക്ടർ ആകെ പേടിച്ചു പോവുകയാണ്. എന്നിട്ട് പൈസ കൊടുക്കുന്നതും എല്ലാം തന്നെ വീഡിയോ സഹിതമുള്ളത് കൊണ്ട്, മര്യാദയ്ക്ക് നിങ്ങൾ സത്യം പറഞ്ഞു, ശിവാനി സത്യത്തിൽ ഗർഭിണിയായിരുന്നു, ശിവാനിയും കൂടി നടത്തുന്ന നാടകമാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനുള്ള തെളിവുകളും എൻ്റെ പക്കലുണ്ട്. മര്യാദയ്ക്ക് നിങ്ങൾ സത്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾ പൂട്ടിക്കളയും. എന്നിട്ട് മീഡിയക്കാർക്ക് ഈ വീഡിയോകളെല്ലാം ഇട്ടുകൊടുക്കുകയും ചെയ്യും. ഡോക്ടർ വ്യാജമായിട്ടാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും ജയിലഴിക്കുള്ളിൽ കഴിയേണ്ടി വരും. മര്യാദയ്ക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സത്യം പറയണം എന്ന് നിധി അങ്ങ് പറയാൻ കേട്ടോ. എന്നിട്ട് ഡോക്ടർ വീണ്ടും കള്ളം പറയാൻ ഒരുങ്ങുന്ന സമയത്ത് നിധി കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്. ഡോക്ടറുടെ അടി കിട്ടിയതോട് കൂടിയിട്ട് ഡോക്ടർ ആകെ അങ്ങ് പേടിച്ചു പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഡോക്ടർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുകയാണ്, ശിവാനി ഗർഭിണി ആയിരുന്നില്ല. എന്നെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ശിവാനി കാണാൻ വന്നിരുന്നു. എന്നിട്ട് എന്നോട് ഇങ്ങനെ ഒരു കള്ളം പറയണം എന്നുള്ളതും ആരും ഇക്കാര്യം അറിയില്ല എന്നും പറഞ്ഞ് എനിക്ക് ഒരുപാട് പൈസ തന്നു. ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ട് ഡോക്ടർ അങ്ങ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങ് കള്ളം പറയുകയാണ് കേട്ടോ. ആ സമയത്ത് രേണുക അങ്ങ് പതറിപ്പോവുകയാണ്. എല്ലാ കള്ളത്തരവും എല്ലാവരും അറിയുമല്ലോ, ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക എന്ന് മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് രേണുക അങ്ങ് അഭിനയിക്കുകയാണ്. ഈ നിധി വെറുതെ ഡോക്ടറെ കൊണ്ട് ഇല്ലാത്ത കാര്യം പറയിപ്പിക്കുകയാണ്. മോനെ, നീ ഇത് വിശ്വസിക്കരുത്, നിധി ഡോക്ടർക്ക് പൈസ കൊടുത്ത് കള്ളം പറയിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് രേണുക അവിടെ ഒരു നാടകം കളിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, മിണ്ടാതിരുന്നോളണം, നിങ്ങളുടെ ഈ നാടകം ചെലവാവാൻ പോകുന്നില്ല. എല്ലാ തെളിവുകളും കിട്ടിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഇതിന് പുറപ്പെട്ടിട്ടുള്ളത്. ശിവാനിയുടെ നാടകം ഇനി ഒരിക്കലും നടക്കാനും പോകുന്നില്ല. അതിനുള്ള തെളിവുകളൊക്കെ ഞങ്ങളുടെ പക്കലുണ്ട്. ഡോക്ടറെയും ശിവാനിയെയും ഞങ്ങൾക്ക് ജയിലഴിക്കുള്ളിലാക്കാൻ ഒരു പ്രയാസവുമില്ല. അതിനുള്ള തെളിവുകളാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് എന്ന് ഗൗതമും കൂടി പറയുകയാണ് കേട്ടോ. എന്നിട്ട് പ്രണവ് പറയാണ്, എന്താണ് ഡോക്ടർ ഇങ്ങനെ ഒരു കള്ളം പറയുന്നത്? ഈ നിൽക്കുന്ന നിധി ചേച്ചി നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണോ, പൈസ തന്ന് പറയിപ്പിക്കുന്നതാണോ എന്ന് ചോദിക്കാൻ കേട്ടോ പ്രണവ്. ആ സമയത്ത് ഡോക്ടർ പറയുകയാണ്, അല്ല, എന്തായ സത്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ശിവാനി ഗർഭിണി ആയിരുന്നില്ല. ശിവാനി ഇനി ഒരിക്കലും ഒരു അമ്മയാവാൻ ശിവാനിക്ക് കഴിയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ടാണ് ശിവാനി എൻ്റെ അടുത്തേക്ക് മാസങ്ങൾക്ക് മുന്നേ വന്നത്. എന്നിട്ട് എനിക്ക് പൈസ തന്ന ശേഷമാണ് ഇങ്ങനെ ഒരു കള്ളം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്നൊക്കെയുള്ള കാര്യം ഡോക്ടർ വിശദമായിട്ട് തന്നെ പ്രണവിൻ്റെ മുന്നിൽ വെച്ച് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് പ്രണവ് അങ്ങ്
പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ശിവാനി കിടക്കുന്ന റൂമിൽ പ്രണവ് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സത്യം മനസ്സിലാക്കി എന്നുള്ള കാര്യം ശിവാനിക്ക് അറിയാതെ അഭിനയിച്ചുകൊണ്ടാണ് റൂമിൽ കിടക്കുന്നത്. അങ്ങനെ പ്രണവ് ശിവാനിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. എന്നിട്ട് ശിവാനിയുടെ കരണം ഒന്ന് പൊട്ടിക്കുകയാണ്. അങ്ങനെ പ്രണവിൻ്റെ കയ്യിൽ നിന്നും ശിവാനിക്ക് കണക്കിന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ സത്യമെല്ലാം തന്നെ പാറുവും വസുന്ധരയും അറിയുകയാണ്. അങ്ങനെ ശിവാനിയുടെ ഗർഭനാടകം എല്ലാവരുടെയും മുന്നിൽ പൊളിഞ്ഞു വീഴുകയാണ്.